ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്സ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എഗ് ഇൻക്യുബേറ്ററാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു എഗ് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ഡിജിറ്റൽ തെർമോസ്റ്റാറ്റാണ്. അപ്പോൾ കടയിൽ പല രീതിയിലുള്ള ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ്സ് കിട്ടാറുണ്ട്. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു തെർമോസ്റ്റാറ്റാണ്. subzero എന്നുള്ള ഒരു കമ്പനിയുടെ തെർമോസ്റ്റാറ്റാണ് നമുക്ക് കിട്ടിയത്. ഇതിലൊരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. അതിന് 2 പിന്ന്. അതിൽ പോസിറ്റീവ് ഫസ്റ്റ് പിന്നിലും നെഗറ്റീവ് സെക്കൻഡ് പിന്നിലും കണക്ട് ചെയ്യുക. പിന്നെ 2 ടെർമിനൽസ് ഇതിന് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണ് ഡയറക്റ്റ് AC-ൻ്റെ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റിലേ മൊഡ്യൂളാണ്. ഇനി കണക്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഇതിൽ പ്ലഗിൽ കാണുന്ന ഫേസും ന്യൂട്രലും ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊരു പ്ലഗിൽ നിന്ന് 2 വയർ എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫേസിൽ ഒരു എക്സ്ട്രാ ചെറിയ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് റിലേ മൊഡ്യൂളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3rd ടെർമിനലിലേക്ക് നമുക്ക് ഈ വയർ കണക്ട് ചെയ്യാം. ഈ കണക്ട് ചെയ്ത വയർ റിലേൻ്റെ ഫസ്റ്റ് ടെർമിനലിലേക്ക് കൊടുക്കാം. ഇനി ന്യൂട്രലാണ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇതിൽ ഡയറക്റ്റ് AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഇതിന് വേറെ അഡാപ്റ്ററും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ പ്ലഗിൽ നിന്ന് വരുന്ന ന്യൂട്രും ലൈറ്റിൻ്റെ ഒരു വയറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ന്യൂട്രൻ്റെ ടെർമിനൽ, അതായത് ഈ തെർമോസ്റ്റാറ്റിൻ്റെ 4ാമത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യണം. മുമ്പായിട്ട് നല്ലോണം കണക്ഷൻ റെഡി ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലൂസായിട്ടുണ്ടെങ്കിൽ ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻക്യുബേറ്റർ കറക്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് 4ാമത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. ഈ ലൈറ്റിലേക്ക് പോകുന്ന വേറൊരു പിന്ന്, ലൈറ്റിൽ 2 പിന്നുണ്ട്. ഒന്ന് ന്യൂട്രലായിട്ട് കണക്ട് ചെയ്തു. മറ്റേ ഒരു പിന്നും കൂടി ഇല്ലേ, ആ പിന്ന് നമുക്ക് റിലേൻ്റെ 2ാമത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം. ഈ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് തന്നെ കിട്ടുന്നൊരു പിന്നാണിത്. അപ്പോൾ അത് വയർ പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇൻസുലേഷൻ അടിച്ച് വെക്കുക. എന്നിട്ട് 2ാമത്തെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൽ കുറച്ച് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഈ പ്രോഗ്രാമിംഗ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചാണ്. അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി 2 സെക്കൻഡ് എടുക്കും. ഇപ്പോൾ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഇപ്പോൾ ഓണായിട്ടുള്ളത്. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് സെറ്റ് ബട്ടണും ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഇത് പ്രോഗ്രാമിംഗ് മോഡിലേക്ക് ഇപ്പോൾ കയറി. ഇനി ഇതിൽ PET എന്നുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ P ആണ് നമുക്ക് ആവശ്യം. എന്നിട്ട് സെറ്റ് അമർത്തി കഴിഞ്ഞാൽ P മോഡിലേക്ക് കയറി നമ്മൾ. ഇനി പ്രോഗ്രാമിംഗ് ചെയ്യണം. അതിൽ പ്രോഗ്രാമിംഗ് ബട്ടൺ 2 സെക്കൻഡ് സെലക്ട് ചെയ്ത് പിടിക്കുക. ഇതിൽ കുറേ പ്രോഗ്രാമിംഗ് മോഡുണ്ട്. അതിൽ P1 ഉണ്ട്. P1 എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണോ കൂളിംഗ് ആണോ എന്നുള്ളതാണ്. 1 ഹീറ്റിങ്ങും 0 കൂളിങ്ങുമാണ്. അപ്പോൾ 1 ഹീറ്റിങ്ങിൻ്റെ ആവശ്യമാണ് നമ്മൾ ഇൻക്യുബേറ്റർ. അപ്പോൾ 1ൽ സെറ്റ് ചെയ്യാം. ഇനി P2 എന്നുള്ളത് ഹൈ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്യാൻ. ഒരു ഇൻക്യുബേറ്ററിന് 39 ഡിഗ്രി സെൽഷ്യസ് ആണ് വേണ്ടത്. അപ്പോൾ 39 വെക്കുക. അത് 99 ആണ്. അത് 39ലേക്ക് സെറ്റ് ചെയ്യണം. P3 എന്നുള്ളത് ലോ ടെമ്പറേച്ചർ.
അപ്പോൾ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് ആവശ്യം. അത് 0-ലുണ്ടാവുക, അത് 37-ൽ സെറ്റ് ചെയ്യാം. ഇനി P4 എന്ന് പറയുന്നത് എത്ര ഡീവിയേഷൻസ് ഉണ്ടായാലാണ് ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ സെറ്റ് ഓൺ ആവേണ്ടത്, റിലേ ഓൺ ആവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ P4-ൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ പ്രോഗ്രാമിംഗ് പ്രീസെറ്റ് ആയിട്ടുണ്ടാവുക. അത് നമ്മൾ മാറ്റിയിട്ട് 1 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം P5 P6 എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് മാറിക്കഴിഞ്ഞാൽ EP എന്നുള്ളത് ഒരു ഓപ്ഷൻ വരും. EP എന്നുള്ള എൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അത് സെറ്റ് ചെയ്ത ഉടൻ നമ്മൾ പ്രോഗ്രാമിംഗ് കഴിഞ്ഞു. ഇപ്പോൾ 33 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ റൂം ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഈ ചുറ്റുപാടുള്ള ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ സെൻസർ സെൻസ് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഓൺ ആണ്. ഇനി നമുക്ക് ഈ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി നോക്കാം. അതിനായിട്ട് ഇപ്പം പുറത്തായതുകൊണ്ട് ടെമ്പറേച്ചർ ഇത്രയേ ഉള്ളൂ. അതിന് കൂട്ടണമെങ്കിൽ നമുക്ക് ഇപ്പം ഒരു തീപ്പെട്ടി ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ ഇത് ടെമ്പറേച്ചർ മാറി വരും. 34 ആയി, 35, 36, 37, 30, 39. 39 ആയതോടെ ലൈറ്റ് ഓഫായി. അതിനർത്ഥം നമുക്ക് വേണ്ട ടെമ്പറേച്ചർ 39 ആണ്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവണം. ഇനി ഇത് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് എത്ര ആയിക്കഴിഞ്ഞാലാണ് ഓൺ ആവുക എന്ന് നോക്കാം. ഇപ്പോൾ 39 ആയി. (38 ഡിഗ്രി സെൽഷ്യസ് ആയി. 37 ആകുന്ന സമയത്ത് തന്നെ ഈ ലൈറ്റ് ഓൺ ആവുന്നതാണ്. അല്ല, 37 ആകുമ്പോൾ തന്നെ ഓണായി. അധികം ആൾക്കാരും ഈ തെർമോസ്റ്റാറ്റ് വാങ്ങി പ്രോഗ്രാമിങ് സെറ്റ് ചെയ്യാൻ അറിയാതെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാമിങ്ങിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ബാക്കിയുള്ള ഇത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും ഈ തെർമോസ്റ്റാറ്റ്. ബാക്കിയുള്ളത് പോലെയല്ല, ഇത് ഹൈ ക്വാളിറ്റി സാധനമാണ്. ഇനി നമുക്കിതിൻ്റെ പെട്ടി ഉണ്ടാക്കാം. ഒരു കാർഡ്ബോർഡ് പെട്ടി എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡും നമുക്ക് തെർമോക്കോൾ ഫിക്സ് ചെയ്യണം. തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്കുള്ളതും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യാം. അതിനായിട്ട് ലൈറ്റ് ഹോൾഡർ ആദ്യം ഫിക്സ് ചെയ്യാൻ ഒരു ഹോൾസ് ഇട്ടിട്ട് വയർ കയറ്റി ഹോൾഡറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഏകദേശം ഒരു മിഡിൽ ഭാഗത്തേക്കായിട്ട് ലൈറ്റ് ഫിക്സ് ചെയ്യാം. ഇതിൻ്റെ കണക്ഷൻ ചെയ്ത ഭാഗം നമ്മൾ ടേപ്പ് അടിച്ച് വെക്കുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ AC കണക്ഷൻ ആയതുകൊണ്ട് തൊടുമ്പോഴൊക്കെ ഷോക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്കിത് ചുറ്റും എന്ത് ചെയ്യാം, ടേപ്പ് അടിച്ച് വെക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് ഇൻസുലേഷൻ അടിച്ചു വെക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് ഭാഗത്തോ ഏത് ഭാഗത്താണ് നമ്മൾ താല്പര്യം പോലെ ഫിക്സ് ചെയ്യുക. പിന്നെ ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ടച്ച് സെൻസിങ് ആണ്, ബട്ടൺസ് ഒന്നുമില്ല. ഇനി
ഇനി ടെമ്പറേച്ചർ സെൻസർ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹോൾ ഫിക്സ് ചെയ്യാം. ഇതിലേക്കൂടി നമുക്ക് ടെമ്പറേച്ചർ സെൻസർ അകത്തേക്ക് ഇടാം. അപ്പോൾ ഇതെല്ലാം കണക്ഷനൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ റെഡിയായി. ഇനി ഇതിലേക്ക് മുട്ട വെക്കാം. ഇതിലേക്ക് മുട്ട വെക്കുക. മുട്ട മാത്രമല്ല, ഇതിൽ വെള്ളം വെക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒരുമിച്ചുണ്ടായാൽ മാത്രമേ മുട്ട വിരിയുള്ളൂ. ഈ മുട്ടയുടെ മുകളിൽ 1, 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു സൈഡ് 1ഉം മറ്റേ സൈഡ് 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇത് മുട്ട തിരിച്ച് വെക്കണം. എന്നാൽ മാത്രമേ ഈ മുട്ട വിരിയുള്ളൂ, ഇല്ലെങ്കിൽ വിരിയില്ല. അപ്പം നമുക്ക് തിരിച്ച് വെക്കുന്ന മുട്ടയുടെ സൈഡ് മനസ്സിലാകാനാണ് ഈ 1, 2 എന്ന് എഴുതി വെച്ചത്. നമുക്കിതിനകത്തൊരു 10-20 മുട്ട വെക്കാൻ പറ്റും. 20 മുട്ടയോളം വെക്കാം. അത്രയും ഒരു സ്പേസ് ഉണ്ട് ഇതിൽ. പെട്ടിയുടെ അനുസരിച്ച് നമുക്ക് എത്രയാണോ മുട്ട വെക്കേണ്ടത് അത്രയും മുട്ട വെക്കാൻ പറ്റും. ഇപ്പം 21 ദിവസം കഴിഞ്ഞിട്ടുള്ള വ്യൂ ആണ്. 3 എണ്ണം വിരിഞ്ഞു, ബാക്കി വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.